വീണ്ടും ജീവനെടുത്ത് കാട്ടാന. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. തരിശ് സ്വദേശി ചിറ്റണ്ടോടൻ ജംഷീറാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, പറയൂ. രാഖി, വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. നിലമ്പൂരിലെ കരുവാരക്കുണ്ടിൽ ആണ് ഈ ഒരു കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൂടിയായ ജംഷീർ മരിച്ചത്. ഇന്ന് രാവിലെ ഏകദേശം 5 മണിയോടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. 5 മണിയോടെ ജംഷീർ ടാപ്പിംഗ് തൊഴിലിനു വേണ്ടി അങ്ങോട്ട് പോയതായിരുന്നു. അതായത് വാടകയ്ക്ക് എടുത്ത ഒരു സ്ഥലമായിരുന്നു. ഈ സ്ഥലത്തേക്ക് ജംഷീർ ടാപ്പിങ്ങിന് വേണ്ടി ജോലിക്ക് വേണ്ടി പോയ സമയത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ ഇദ്ദേഹത്തെ സമീപത്തുള്ള ആശുപത്രിയിൽ, കരുവാരക്കുണ്ടിലെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ സമയത്ത് കാലിനും പരിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശ്വാസതടസ്സവും ഉണ്ടായിരുന്നു. ഈ താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷം പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ജംഷീർ മരണമടഞ്ഞത്. കാലിനാണ് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ നെഞ്ചിന് താഴെ ഭാഗത്തും പരിക്കുണ്ടായിരുന്നു. ഇതോടെയാണ് ഇദ്ദേഹത്തിൻ്റെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടത്. ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞാണ് ഇദ്ദേഹം പിന്നീട് മരണപ്പെട്ടത്. ഈ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നിലമ്പൂർ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായ ഉണ്ട്. പലപ്പോഴും കാട്ടാനയുടെ ആക്രമണത്തിൽ നിരവധി ജീവനുകൾ ഇവിടെ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ വർഷം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ്. പലപ്പോഴും ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുമ്പോഴും അതോടൊപ്പം തന്നെ കടുവയുടെ ആക്രമണത്തിലൊക്കെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ജനകീയ പ്രക്ഷോഭം ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് മാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകും. 1-2 ദിവസം കഴിഞ്ഞാൽ ഇത് കെട്ടടങ്ങും. വീണ്ടും പിന്നീട് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നു. വന്യജീവി ശല്യം രൂക്ഷമായ ഒരു ഇടം കൂടിയാണ്. പക്ഷേ കൃത്യമായി ഇതിന് ശാശ്വതമായൊരു പരിഹാരം ആവശ്യപ്പെട്ട് പലപ്പോഴും ജനങ്ങൾ സമരം ചെയ്തിട്ടും നിവേദനങ്ങൾ നൽകിയിട്ടും ഒന്നും തന്നെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത. കാരണം ഈ ഭാഗങ്ങളിൽ നിരവധി പേർ കൃഷി ഉപജീവന മാർഗമായി സ്വീകരിക്കുന്നതാണ്. ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. മലപ്പുറത്താണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്.